CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വൃശ്ചികമാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചികമാസത്തിലെ ഉദയാസ്തമന പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച മുതൽ ഏകാദശി വിളക്കാഘോഷങ്ങൾക്ക് തുടക്കമാകും. കടവല്ലൂർ കൊരട്ടിക്കര പാടശേഖരത്തിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. നെല്ല് സമയബന്ധിതമായി മില്ലുകാർ കൊണ്ടുപോയില്ലെങ്കിൽ മഴയും മഞ്ഞുമേൽക്കാതെ സൂക്ഷിക്കേണ്ടിവരുന്നത് അധിക ചിലവിനിടയാക്കുമെന്ന് കർഷകർ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പാവറട്ടി സ്വദേശി വെള്ളറ ജിതിൻ രാജ്, ചൊവ്വല്ലൂർ സ്വദേശി റോൾഫ്, ഗുരുവായൂർ സ്വദേശി പൂവത്തൂർ മിഥുൻ എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. 3 ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ 2ാം ദിനത്തിൽ വയോജന സംഗമം നടന്നു. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്നു നടത്തിയ വയോജന സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച LDF സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴയകാല ചരിത്രങ്ങൾ പഠിക്കുന്നതും തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ. പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചരിത്ര വഴികളിലൂടെ സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര ഓവർബ്രിഡ്ജിന് മുകളിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് മലമ്പാമ്പിനെ കണ്ടത്. 12 ദിനരാത്രങ്ങൾ നാദനൃത്ത വർണ്ണവിസ്മയം തീർത്ത വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാലയാഘോഷത്തിന് സമാപനമായി. തുലാം 1 മുതൽ 12 കൂടിയാണ് കേരളത്തിലെ മികച്ച കലാകാരന്മാർ പങ്കെടുത്ത നിറമാലയാഘോഷം നടന്നത്. കുന്നംകുളം ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ദന്തപരിശോധനയും കിറ്റ് വിതരണവും നടത്തി. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇരട്ടകളായ അമൃത അനിൽകുമാറിനെയും അമേയ അനിൽകുമാറിനെയും കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടോൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഇടവകയുടെ 40ാം സ്ഥാപിത പെരുന്നാളും വർണ്ണാഭമായി. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കുന്നംകുളം ശബരിമല കർമ്മസമിതി പൊതുയോഗം നടത്തി. SIR കേരളത്തിൽ തിരക്ക് പിടിച്ച് നടപ്പാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് CPM പനിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. UAEയിലെ കുന്നംകുളം നിവാസികളുടെ സാംസ്കാരിക സംഘടന സമത കുന്നംകുളം 15ാം വാർഷികാഘോഷം ദുബായ് അൽ ഖുസൈസിലെ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.